മിമിക്രി വേദികളിലെ നിറസാന്നിധ്യമായിരുന്നു കലാഭവൻ നവാസ്. സീരിയൽ സിനിമകളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും മലയാളികളെ കുടുകുടാ ചിരിപ്പിച്ച് ഒടുവിൽ കണ്ണീരിലാഴ്ത്തിയ അതുല്യ കലാകാരനാണ് കലാഭവൻ നവാസ്. കലാഭവനിലൂടെ മിമിക്രി രംഗത്തേക്ക് കടന്നു വന്ന നവാസ് വൈകാതെ നടനും ഗായകനും എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഒരു കാലത്ത് സ്പോർട് കോമഡിയിലൂടെ സ്റ്റേജ് ഷോകളെ ഇളക്കിമറിച്ചും നവാസ് കയ്യടികൾ നേടിയിരുന്നു. കൂട്ടുകാരൊത്തുള്ള ഉല്ലാസവേളയിൽ ശബ്ദാനുകരണം നടത്തിയാണ് തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി സ്വദേശിയായ നവാസ് മിമിക്രി ലോകത്തേക്ക് കടന്നു വന്നത്. നാട്ടിലെ യുവജനമേളയിൽ മിമിക്രിയിൽ സ്ഥിരം 1-ാം സ്ഥാനം നേടിയിരുന്നയാളെ നടി ഫിലോമിനയുടെ ശബ്ദമനുകരിച്ച് 2-ാം സ്ഥാനത്തേക്കാക്കി നവാസ് ചിരിമുറ്റത്ത് ഇരിപ്പിടമുറപ്പിച്ചു. KS പ്രസാദിന്റെ കൈപിടിച്ച് ചിരിയുടെ സർവകലാശാലയായ കലാഭവനിലേക്ക് കടന്നു. ആബേലച്ചന്റെ പിന്തുണ നവാസിനെ കലാഭവന്റെ സ്റ്റേജുകളിൽ നിറസാന്നിധ്യമാക്കി. കുന്നംകുളത്തെ സ്റ്റേജിൽ തുടക്കം. പാടാനുള്ള കഴിവ് ശബ്ദാനുകരണത്തിൽ സമന്വയിപ്പിച്ചതോടെ താരങ്ങൾ നവാസിലൂടെ ഗായകരായി. നാടക ചലച്ചിത്ര നടനായിരുന്ന അബൂബക്കറിന്റെ മകന് അഭിനയിക്കാനുള്ള കഴിവ് ജന്മസിദ്ധമായിരുന്നു. ടെലിവിഷൻ ഷോകളിലൂടെ മലയാളികളുടെ വീടുകളിൽ സുപരിചിതനായി മാറിയ നവാസ് 1995 ചൈതന്യം എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തി. മാട്ടുപ്പെട്ടി മച്ചാൻ, തില്ലാന തില്ലാന, മായാജാലം, ജൂനിയർ മാൻഡ്രാക്ക്, മൈ ഡിയർ കരടി, ചട്ടമ്പിനാട്, ചക്കരമുത്ത്, മേരാ നാം ഷാജി തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ വേഷമിട്ടു. അഭിനയിച്ചതിലേറെയും ഹാസ്യ കഥാപാത്രങ്ങൾ. നവാസിനെ മലയാള സിനിമ വേണ്ട വിധം ഉപയോഗിച്ചില്ലെന്ന് തോന്നിപ്പിക്കും വിധമുള്ള പ്രകടനമാണ് ഈ വർഷം പുറത്തിറങ്ങിയ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനിൽ കണ്ടത്. ടെലിവിഷൻ കോമഡി പരിപാടികളിൽ ജഡ്ജസിന്റെ റോളിലെത്തിയിരുന്ന നവാസ് അവിടെയും പ്രേക്ഷകനെ കയ്യിലെടുത്തിരുന്നു. സഹോദരൻ നിയാസ് ബക്കറിനൊപ്പം ആരംഭിച്ച കൊച്ചിൻ ആർട്സ് മിമിക്രി ട്രൂപ്പിലൂടെ സ്റ്റേജ് ഷോകളിൽ സജീവ സാന്നിധ്യമായിരുന്നു. ഗൗരവമുള്ള കഥാപാത്രങ്ങളിലൂടെ സിനിമയിലേക്ക് മടങ്ങി വരാനുള്ള ശ്രമങ്ങൾക്കിടെയാണ് നവാസിന്റെ അപ്രതീക്ഷിത വിയോഗം.